റോഷ്നി, ഇപ്പോൾ നമ്മളിവിടെ എത്തി, പരിപാടിയൊക്കെ തുടങ്ങി ഇന്ന് രാവിലെ മുതൽ. അപ്പോൾ അശ്വതി, ശ്രുതി, നിങ്ങൾ കാണുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ഒരു ജലരാജാക്കന്മാർ ആരായിരിക്കും ഈ കിഴക്കിന്റെ വെനീസിലെ 2026 ജലരാജാക്കന്മാരെന്നറിയാൻ നിമിഷങ്ങളും മിനിറ്റുകളും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നമുക്ക് ഉറക്കമില്ല, ഊണില്ല, ഒന്നുമില്ലാത്തൊരു ദിവസമാണെന്ന്. പക്ഷേ അത്രയേറെ ആവേശത്തോടു കൂടിയിട്ട് ഓരോ ആലപ്പുഴക്കാരനും ഓരോ മലയാളിയും കാത്തിരിക്കുന്ന ആ ഒരു തീർച്ചയായും ഷിഹാസ്, ഇപ്പൊ ഈ ഫിനിഷിംഗ് പോയിന്റിൽ എന്ന് പറയുമ്പോൾ ഈ കസേരകൾ കൊഴിഞ്ഞു കിടക്കുകയാണല്ലോ. ഇവിടെ നോക്കുമ്പോൾ ആരും കാണുന്നില്ല. പക്ഷേ കുറച്ച് സമയത്തിനകം, അതൊരു 7 മണി, ഒരു 7:30 കൂടി ഇതായിരിക്കില്ല ഇവിടുത്തെ കാഴ്ച. പിന്നെ പറയേണ്ടതില്ലല്ലോ, ഇപ്പൊ VIP ഉൾപ്പെടെ വരും. സാധാരണക്കാരായ ആളുകൾ, അത് ആലപ്പുഴക്കാർ മാത്രമല്ല, കേരളത്തിന് മാത്രം ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതുമല്ല, വിദേശികൾ വരെ, ഇതര സംസ്ഥാനക്കാർ വരെ ഈ ഒരു ജലോത്സവം കാണാൻ ജലമാമാങ്കം എന്നാണ് പറയുന്നത്. അതെ, അത് തന്നെയാണ് 72ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി. അപ്പോൾ ഓരോ വള്ളംകളി കഴിയുമ്പോഴും ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഇത്തവണത്തെ പ്രത്യേകതകളെ എടുത്തു പറയേണ്ട കാര്യമില്ല. അതായത് 25 ലക്ഷം രൂപ, 25 ലക്ഷമാണ് ഒന്നാം സ്ഥാനക്കാർക്ക്, 20 ലക്ഷമാണ് രണ്ടാം സ്ഥാനക്കാർക്ക്, 15 ലക്ഷം, 10 ലക്ഷം, അങ്ങനെ 5 ഇരട്ടിയൊക്കെ ആയിട്ടാണ് സമ്മാനത്തുക വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തും ഒരു പരാതിയായിരുന്നു സമ്മാനത്തുകയുടെ അളവത്ര പോരാ. അതും ചെറിയ കുതിപ്പല്ല സമ്മാനത്തുകയിൽ ഉണ്ടായത്, അല്ലെ? അതൊരു വലിയ കുതിപ്പാണ്. മാത്രമല്ല, ഇവരുടെ എപ്പോഴുള്ള ഒരു പരാതി എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഓരോ ക്ലബ്ബും ബോട്ട് ഇറക്കുന്നത്. അവരുടെ പരിശീലനം എന്നൊക്കെ പറയുന്നത് അത്രത്തോളം പൈസ ചെലവുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ 25 ലക്ഷം എന്ന് പറയുന്നത് ആ ഒന്നാം സമ്മാനം കിട്ടുന്ന ഒരു ക്ലബിനൊരു തുകയാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. പക്ഷെ അത് അവർ പറയും, ഇന്നലെ ചോദിക്കുമ്പോൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആവേശത്തിന് മുന്നിൽ പണമൊന്നും ഒരു വിഷയമല്ല എന്നാണ്. ഒരു നല്ലൊരു വള്ളംകളി പ്രേമിയുടെ മുഖം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ? അതെ, ഞാൻ ഇന്നലെ വന്നിരിക്കുന്നു. ഇന്നലെ തന്നെ? വീട് ആലപ്പുഴ അല്ല, മലപ്പുറം ജില്ലയിലെ പൊന്നാനി ഇത്തവണ മത്സരിക്കുന്നുണ്ടല്ലോ. പൊന്നാനിയുടെ പ്രാതിനിധ്യം ഉണ്ട് അല്ലേ? പൊന്നാനി ബോട്ട് ക്ലബ്, PBC, മറ്റൊരു PBC അല്ലേ? അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നു. നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരു 300ഓളം പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോ ഒരു തരത്തിലും ആലപ്പുഴയുടെ മാത്രം ഒരു ആഘോഷമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. മലപ്പുറത്ത് നിന്നുണ്ട് ആളുകൾ എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഇത് ആദ്യമായിട്ടല്ലോ, എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും എല്ലാ വർഷവും ഈ ഓഗസ്റ്റ് മാസം, അതായത് ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ നമുക്ക് ഇരിപ്പുറക്കില്ല. അറിയാതൊരു വള്ളംകളി പ്രേമിയുടെ മനസ്സ് ഈ പുന്നമട കായൽപ്പരപ്പിലേക്ക് ഒന്ന് എത്തി നോക്കാൻ തോന്നും. അതെ, തുഴഞ്ഞിട്ടുള്ള ആളല്ലല്ലോ. ഞാൻ ക്ലബിന്റെ ഭാരവാഹിയാണ്. പക്ഷെ ടീം മെമ്പേഴ്സിന്റെ പേരൊക്കെ പറയാൻ പറഞ്ഞാൽ മണിമണി പോലെ പറയുമായിരിക്കും അല്ലേ? കണ്ടോ, അതാണ് കോൺഫിഡൻസ്. ഇത്തവണത്തെ ഒരു ചേട്ടൻ പ്രതീക്ഷിക്കുന്നതല്ല. കഴിഞ്ഞ തവണ വിയബ്രഞ്ചിനെ അടിച്ചു കയറി വന്നു. അപ്പോൾ ഒരു വള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ഒരു 6ാമത്തെ അടുപ്പിച്ചുള്ളൊരു കിരീടം, ഒരു ഡബിൾ ഹാട്രിക് നേട്ടം എന്നുള്ള ഒരു മോഹത്തെ അവർ തച്ചു തകർത്തു. പക്ഷെ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇറങ്ങാൻ പോകുന്നത്. വിയപുരം ആണെങ്കിൽ തന്നെ യുണൈറ്റഡ് ബോട്ട് ക്ലബ് ഫാൻസ് ക്ലബ്ബാണ് തുഴയുന്നത്. അപ്പൊ ചില്ലറക്കാർ തമ്മിലുള്ള പോരാട്ടമല്ല ഇത്തവണ നടക്കുന്നത്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്രാവശ്യം പിന്നെ വിയപുരത്തിൽ ഇപ്പോൾ ഞങ്ങളെ ക്ലബിന്റെ ഒരാള് കഴിയുന്നുണ്ട്, ഒരു 7ാം സ്ഥാനത്ത് തിരിക്കുന്നു. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഞങ്ങൾ, എനിക്ക് പ്രത്യേകിച്ചായിട്ട് അങ്ങനെ ഒരു ടീമിനോട് കൺസെപ്റ്റ് ഇല്ല. എന്നാലും നമ്മൾ വിചാരിക്കുന്നത് വിയപുരം തന്നെ തൂക്കുന്ന തോന്നുന്നു. വിയപുരത്തിന്റെ ഒരു കഴിഞ്ഞ ഒരു 10 തോക്കുമെന്നല്ല പിന്നെ. അപ്പൊ ഒരു കഴിഞ്ഞ ഒരു 10-45 ദിവസത്തെ വിയപുരത്തിന്റെ ഒരു അവരുടെ ഒരു തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരുന്നു? മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം തയ്യാറെടുക്കണം. നല്ല തയ്യാറെടുപ്പ് തന്നെ വരുന്നത്. ഇവിടെ ഇപ്പോൾ കുറെ ഏകദേശം മാസങ്ങളോളം ഒരു ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളാത്തുരുത്തി പറയുന്നത് എന്താണെന്നറിയോ, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള പരിശീലനമാണ് ചെയ്തിട്ടുള്ളത്. കാരണം പോയ ആ ഒരു സാധനം തിരിച്ചു പിടിക്കാൻ അത് ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ അതിനുവേണ്ടി ഒരുങ്ങിക്കെട്ടുന്ന പറയുന്നത് എല്ലാ ടീമും ഇങ്ങനെയാണ്. ഇപ്പൊ മത്സരം, ഇപ്പൊ 1ാം സമ്മാനത്തിന് വേണ്ടി മാത്രം ഒരു 8-10 വള്ളങ്ങൾ മത്സരിക്കും. ഏറ്റവും കരുത്തരായിട്ടുള്ള 10 ടീമുകളാണ് 1ാം സ്ഥാനം മാത്രം ലക്ഷ്യം. മൊത്തത്തിൽ 22 ചുണ്ടനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കോട്ടയത്തിനൊക്കെ 4 ചുണ്ടന്മാരാ വരുന്നത്. അരോമ ചുണ്ടനൊക്കെ നല്ല സാധ്യത ടീമുകളാണ്. അരോമ പുണ്യാളൻ ഇത്തവണ പുണ്യാളൻ കപ്പ് കൊണ്ട് പോവോ? പുണ്യാളന് മാത്രമേ ഇതൊക്കെ പറയാൻ പറ്റൂ ചേട്ടാ. അപ്പൊ നമ്മുടെ ഈ ട്രാക്ക് എന്ന് പറയുന്നത് ഇതൊരു അവസാനത്തെയാണ്. ഷിഹാസ് 2 കാഴ്ചകൾ കാണും. ഒന്ന് വിജയാഹ്ലാദം കാണും, 2 കണ്ണീര് കാണും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് റോഷ്നി, അതായത് ഈ വള്ളംകളി, ഈ ഒരു ബോട്ട് റേസിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഈ മത്സരത്തിന് ശേഷം ഈ പരസ്പരം ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അത് കാരണം ഒരു മൈക്രോ സെക്കൻഡാണ്. ഇത്രയധികം താരങ്ങൾ ഒത്തൊരുമിച്ച് ഒരു ടീമിന് വേണ്ടി മത്സരിച്ച് കപ്പടിക്കുക എന്ന് പറയുന്നത് വേറെ ഒരു കായിക ഇനവും ഈ ലോകത്തിൽ ആളുകൾ ഇറങ്ങുന്ന ഒരു ടീം, അതിന്റെ മത്സരം എന്ന് പറയുന്നത്. ഒരു ടീമിൽ 80-85 പേർ ഒരേ മനസ്സോടെ ഒരേ മെയ്യോടെ കൂടി മത്സരിക്കുക. അവരെല്ലാവരും ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി. 72ാമത് ജലവേള 71 വള്ളങ്ങൾ മാറ്റിവെക്കുന്ന ആ മത്സരം കാണാൻ ആവേശത്തോടെ കാത്തിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കാണികൾ തയ്യാറാകും, തുഴച്ചിൽക്കാർ തയ്യാറാകും. ഇതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ നേരത്തെ തയ്യാറാണ്.